ഒരു വനിതകളെ സ്ഥാനാർത്ഥിയായി കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ തേടി നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 50% വനിതകളാണ് സ്ഥാനാർത്ഥികൾ. 50% വനിതകളാണ് സ്ഥാനാർത്ഥികൾ. ഇതിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒരിക്കലും പുറകിലല്ല, അവരെല്ലാം മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ആ കാര്യം പക്ഷേ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ കോളേജുകളിലും കലാലയങ്ങളിലും എല്ലാം കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ധാർമ്മിക സദാചാര ബോധവും ലക്ഷ്യബോധവും അവർക്ക് നിലനിൽക്കണം. ആ ലക്ഷ്യബോധം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? കാരണം പഞ്ചായത്തിൽ നിന്ന് ആരും തടുത്തിരുത്താൻ കഴിയില്ല. നിങ്ങൾ നോക്കായിരുന്നോ, ഇപ്പോൾ വലിയൊരു പ്രശ്നം ഞാൻ ഇന്ന് കിട്ടാണ്. നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം വഹിക്കുന്ന പാണക്കാട്ട് മുനവ്വർ തങ്ങളുടെ മകൾ, അവർ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് എന്താ പള്ളിയിൽ പ്രവേശിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോൾ അത് ആവശ്യമാണ്, മക്കയിലും മദീനയിലെല്ലാം ഉണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാം എന്നൊക്കെ അവർ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു. തടുക്കാൻ കഴിയില്ല ആർക്കും. പക്ഷേ അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പിന്നെ പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ വിവരമില്ലാത്തവരാണ്, പ്രായമായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയണതാണ്, അതങ്ങനെ ശരിയായിക്കോണമെന്നില്ല. അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഈ കാലഘട്ടത്തിൻ്റെ തേട്ടം അതെന്താണ്? അത് ചില ആചാരങ്ങൾ കൊണ്ടാണ് ഇവ അവിടെ തടഞ്ഞു നിർത്തുന്നത്. ഈ ആചാരം ആരുണ്ടാക്കിയതാണ്? മതമുണ്ടാക്കിയതല്ല. ഈ അവസരത്ത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് അകന്നുപോയ മറ്റൊരു പണ്ഡിത സംഘടനയുണ്ടായി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവർ ഇന്ന് 100 കൊല്ലം തികഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ആഘോഷിക്കുകയാണ്. ഈ 100 കൊല്ലം ഒന്ന് പുറകോട്ട് നോക്കണം അവരെന്തെല്ലാം ചെയ്തതെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, സൗകര്യം കിട്ടിയെങ്കിൽ. കാരണം ഈ 100 കൊല്ലം എന്തെല്ലാം ഉണ്ടായത്. അതിൽ കഴിഞ്ഞ ഒന്നാണ് മദ്രസാ പ്രസ്ഥാനം വന്നപ്പോൾ. മദ്രസാ പ്രസ്ഥാനത്തിൽ അവർ ഒരിക്കലും മദ്രസാ പ്രസ്ഥാനം പാടില്ല. കാരണം അത് പണ്ടെന്നോ ഒരു വഹാബികൾ എന്നുള്ള സംഘടന ഉണ്ടായിരുന്നു. ഈ വഹാബികൾ എന്നവർ പറയുന്ന ആരെപ്പറ്റിയാണെന്നറിയാമോ? സൗദി അറേബ്യ ഭരിക്കുന്ന സൗദി കുടുംബത്തിൻ്റെയും അവിടുത്തെ വനിതാ സംഘടനത്തിൻ്റെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആളുകളെ സംബന്ധിച്ചാണ്. വാസ്തവത്തിൽ വഹാബികൾ ആരാണെന്നവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇത് 12-ാം നൂറ്റാണ്ടിലാണ് ഈ ഭരണകൂടം വന്നത്, ഹിജറ 12-ാം നൂറ്റാണ്ടിൽ. അതിൻ്റെ മുമ്പ് 2-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു വഹാബികൾ. അത് മൊറോക്കോയിലാണ് വഹാബികൾ. ആ വഹാബികൾ പറയുന്നത് അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അതാണ് ഇപ്പം ഇങ്ങോട്ട് എടുത്തു വെക്കുന്നത്. അതൊക്കെ ദുരുദ്ദേശപരമാണ്. അത് ഞാൻ അവരെ പഴിക്കുന്നില്ല, അവർക്ക് അറിയാത്തതൊക്കെയാണ്. അതുകൊണ്ട് ഈ സമസ്തക്കാരതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. ഈ കാര്യത്തിലൊക്കെ സമൂഹത്തെ വേർതിരിക്കുന്നവരല്ല വേണ്ടത്. സമൂഹത്തിൽ സംഘടന വന്നപ്പോൾ ആദ്യം തുടങ്ങിയത് മുസ്ലിമീങ്ങൾ തമ്മിൽ സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്നൊക്കെയാണ്. അത് ശത്രുതയാണ്. സലാം മടക്കണം, സലാം കൊണ്ടാണ് സ്നേഹം ഉണ്ടാവുക. അതുകൊണ്ട് സലാം മടക്കണം. പിന്നെ മറ്റൊന്ന്, സ്ത്രീകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ചെറിയ ആയത്ത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ. അവർ മുഅ്മിൻ എന്നാണ് ഞാൻ ഓരിയപ്പോൾ വിട്ടതെന്നൊന്നും പോയി, എനിക്ക് ചിലപ്പോൾ ഓർമ്മകളൊക്കെ കുറവ് വരും. ഒരു സൽക്കർമ്മം ചെയ്താൽ, ഖുർആൻ പറഞ്ഞാൽ നമുക്ക് ഒരു സൽക്കർമ്മം ചെയ്താൽ മൻ അമില സാലിഹൻ, അവിടെ പറഞ്ഞു പിന്നെ ദക്കരിൻ ഔ ഉൻസ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, അത് വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അമൽ മാത്രം പോരാ, ഈമാൻ ഉണ്ടാവണം. അതുകൊണ്ട് മുഅ്മിനാണ്, വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ ഫലനുഹയ്യൻ ഹയാത്തും തയ്യിബ, നല്ല വിശുദ്ധമായ ഒരു ജീവിതം ഞാൻ അവർക്ക് പ്രദാനം ചെയ്യും. അത് ഈ ലോകത്ത് തന്നെ പ്രദാനം ചെയ്യും. ഹയാത്തും തയ്യിബ വനജിയൻഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇവിടെ പ്രവൃത്തിനേക്കാൾ ഏറ്റവും നല്ലത് പരലോകത്ത് വേറെ കൊടുക്കും. അവർക്ക് ഏറ്റവും നല്ല സുഖ ജീവിതം, സ്വർഗീയ ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഏത് അമല് സാലിഹിലും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കുമുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് അമല സാലിഹ് ദക്കരിൻ ഉൻസാന്ന് എടുത്തു പറഞ്ഞത്, സ്ത്രീകൾക്കും. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് തന്നെ വനിതകൾ ഉയർന്നു വരണം എല്ലാ രംഗത്തും. ഈ മതരംഗത്ത് ഈ ഉയർച്ചയില്ലാതെ ഭൗതിക രംഗത്ത് മാത്രം ഉയരാനാണ് ഈ സമസ്തക്കാർ ഇപ്പോൾ ഈ 100 കൊല്ലം പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഭൗതിക മാറ്റങ്ങൾ പലതും വന്നു. വിദ്യാഭ്യാസങ്ങൾ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടി എഴുത്ത് പഠിച്ചാൽ തകരാറ് എന്താണെന്നറിയാമോ? ലവ് ലെറ്റർ എഴുതുന്ന അത്ര തകരാറ് പണ്ട് പറഞ്ഞതാണ്. പെൺകുട്ടികൾ ലവ് ലെറ്റർ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. പക്ഷേ എഴുത്ത് പഠിക്കാതിരുന്നാൽ ആരെങ്കിലും ഭർത്താക്കന്മാരെ കത്തയച്ചാൽ വായിക്കാൻ വേറെ അന്യപുരുഷൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അതിൻ്റെ പേരിൽ കുടുംബം തകർന്നിട്ടുണ്ട്. കാരണം എഴുതാനും വായിക്കാനും പെൺകുട്ടികൾക്ക് അറിയില്ലെങ്കിൽ അത് വേറെ പുരുഷനെ കൊണ്ട് എഴുതിപ്പിക്കാനും വായിപ്പിക്കാനും ഇരുന്നാൽ അതുകൊണ്ട് എന്തെല്ലാം അപകടം ഉണ്ടാവും. മാത്രമല്ല ഇവർ എന്തെല്ലാം എടുത്തു പറഞ്ഞറിയാമോ? സമസ്തക്കാരിലെ മാസികയിൽ അധ്യാപകരുടെ മാസികയിൽ ഒരു സുലൈഖാനെ ഏതോ ഒരു രവി കൊന്നു. അവരെന്തോ ആ രവി എന്താ അപകടത്തിൽ ചെയ്തതാണ്, അവരെന്താ തകരാറാണ്. പക്ഷേ എപ്പോഴും അവിടെ ദുരുദ്ദേശമാണ് പലരും കാണുക.
കാക്ക കണ്ണോട് നോക്കിയാൽ അങ്ങ് തെറ്റായിരുന്ന കാണുന്നില്ലേ, അതിലെഴുതി സുലേഖത്തുനാ കതബത്ത് ഖുതൂതൻ ഇലാ രവി വൽദാക ഇല്ലാ മിൻ ബുറൂഇൽ കിതാബത്തി. നമ്മുടെ സുലേഖ രവിക്ക് വരെ കത്തെഴുതി. പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിച്ചാൽ അതാണ് ദോഷം, അതുകൊണ്ട് എഴുത്ത് പഠിക്കരുത് എന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. പക്ഷെ അതല്ല, പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കണം. സമസ്തൻ്റെ പ്രമേയം ഇന്ന് കാലത്തിന് മാറ്റിയേ പറ്റൂ. സമസ്തയുടെ പ്രമേയം പാസാക്കി അതിൽ ഒരു അരിയത് കള്ളഹദീസ് എടുത്ത് വെച്ചു. തുഅല്ലിമുഹുന്ന കിതാബ് വലാ തുസ്കുലിൽ ഉറഫ. അതൊക്കെ കള്ള ഹദീസാണ്. അവരെ എഴുത്ത് പഠിപ്പിക്കരുത്. നിങ്ങൾ മാളിക മുകളിൽ താമസിപ്പിക്കുകയും ചെയ്യരുതേ. മുകളിൽ താമസിക്കാൻ പാടില്ല പെൺകുട്ടികളെ. റസൂൽ പറഞ്ഞതാണ്. റസൂലിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത്ര ശഹി വന്നതല്ല. അതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രമേയം. അതുകൊണ്ട് അതൊക്കെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ മുനവറി തങ്ങളും ബാളൊക്കെ പറഞ്ഞ മാതിരി അവരൊക്കെ നമ്മൾ ഈ IGM രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ അവരൊക്കെ നേതൃത്വം കൊടുക്കണം. അതിന് വേണ്ടി തയ്യാറാവണം വാസ്തവത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇതില്ലാതെങ്കിൽ ലക്ഷ്യബോധം ഇല്ലാതാകും. എന്തെങ്കിലും വന്നാൽ ആത്മഹത്യ ചെയ്യുന്നു, എന്തെങ്കിലും വന്നാൽ. കാരണം എന്തിനാ ജീവിക്കുന്നറിയില്ല. ഈ ലോക ജീവിതം മാത്രമേ അറിയൂ. ഇതോടുകൂടി എല്ലാം തീർന്നു കഴിഞ്ഞോ? വിഷമങ്ങളും കഷ്ടപ്പാടുകളും എന്തെങ്കിലും അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഈ ജീവിതം അവസാനിച്ചാൽ അതുകൊണ്ട് ദുരിതം തീർന്നു എന്ന് വിചാരിക്കേണ്ട. അത് വേറെ നിലയ്ക്ക് തുടക്കമാണ്. ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നത് അത് ഈ ലോകത്തിന് എന്തെങ്കിലും സമാധാനം ഉണ്ടാകുന്നതല്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നതല്ല. ആ പ്രശ്നങ്ങൾ രൂക്ഷമാകുക ഞങ്ങൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് ആ ആത്മഹത്യ ചെയ്ത അതേ ശൈലിയിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിച്ച് നരകത്തിൽ അതുപോലെ കടന്നു വരും. വിഷം കഴിച്ചാണെങ്കിൽ വിഷം കഴിച്ചിട്ട്, അഗ്നി കത്തിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പിന്നെയും കത്തിച്ചിട്ട് ഇങ്ങനെ ദഹിച്ചുകൊണ്ട്. കാരണം അവിടെയാണ് നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകം ജീവിക്കുക എന്നല്ല. ജനിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ എങ്ങനെയും ജീവിക്കും. ജനിച്ചാൽ മരിക്കോളം ജീവിക്കൂലേ? വല്ല സംശയമുണ്ടോ? മരിക്കുമെന്നാണ് ജീവിക്കുന്നത്, ഒരു സംശയമില്ല. അതിന് എന്ത് ഒന്നും പ്രശ്നം ആവശ്യമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എന്ത്? നമ്മൾ ഉറുമ്പിനെ പോലെ തന്നെ ചത്തണ്ട് പോയതാണോ? ഒരു കൊതുവിനെ പോലെ ഒരു അടി കഴിഞ്ഞു, അതുകൊണ്ട് ജീവിതം അവസാനിച്ചു. ഇതുപോലെയാണോ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ? അല്ല. അതുകൊണ്ട് നിയമാനുസൃതമായ ജീവിതം ഉണ്ടാവണം. അവിടെയാണ് സംസ്കാരത്തിൻ്റെ ലക്ഷ്യം. സംസ്കാരം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ ജീവിതമാണ് സംസ്കാരം. ആ നിയമം എല്ലായിടത്തേക്കും ബാധകമാണ്. ആഹാരം സമ്പാദിക്കുന്നിടത്ത്, ആഹാരം കഴിച്ചാൽ വിസർജിക്കുന്നിടത്ത്, മനുഷ്യൻ്റെ വർഗവർദ്ധനവിന് വേണ്ടി ഇണചേരുന്നിടത്ത്, ഇണകൾ തമ്മിൽ ബന്ധത്തിൽ, അവിടെയൊക്കെ ചില സംസ്കാരങ്ങളും മര്യാദകളും നിയമങ്ങളുമുണ്ട്. നിയമാനുസൃതമായ ജീവിതമാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശം. ആ സംസ്കാരമുള്ള സമൂഹമായി വളരുവാൻ നിങ്ങൾ ഈ പെൺകുട്ടികളുടെ IGMൻ്റെ തലമുറയിൽ നിന്ന് ഉയർന്നു വരണം. ഞാനതിന് നിങ്ങളെ അതിലേക്ക് കൂടുതൽ നിങ്ങൾ ഉത്ബുദ്ധരാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സൽക്കരങ്ങളെല്ലാം അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തുടക്കം നിങ്ങൾ നമ്മൾ തുടങ്ങിയതാണെങ്കിലും ഔപചാരികമായ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയായി നിങ്ങളെ അറിയിക്കുന്നു. അതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾക്ക് നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.